പോകുന്നത് കുന്നുമ്മൽ ഉപജില്ല കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിലെ വിശേഷങ്ങളാണ്. നമസ്കാരം, ഞാൻ RLCRK കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറാണ്. ഈ സ്കൂള് നിൽക്കുന്ന വാർഡ് മെമ്പർ കൂടിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുന്നുമ്മൽ ഉപജില്ലാ കലോത്സവം നടക്കുന്ന ഭക്ഷണശാലയുടെ അടുത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങള് ഇത് ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 ദിവസമായി ഇന്നത്തേക്ക് 2 ദിവസമായി ഈ കലോത്സവത്തിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിന്റെ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ പഠിച്ച സ്കൂളാണ് സംസ്കൃത ഹൈസ്കൂള്. അവിടുത്തെ സ്കൂളിൽ തന്നെ എനിക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ വാർഡ് മെമ്പറായിട്ട് നിൽക്കാൻ കഴിഞ്ഞത് എന്റെ വലിയൊരു വിജയം തന്നെയാണ്, അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരുടെ വലിയൊരു സപ്പോർട്ട് ഈ കലാമേളക്ക് ഉണ്ട്. അപ്പോ ഈ കലാമേളയിൽ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ നാട്ടുകാർക്കും, അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള്, ഇവിടുത്തെ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. ഈ സ്കൂളിന്റെ വളണ്ടിയേഴ്സ് ആണ്. ഞങ്ങൾ ഇന്നും ഇന്നലെയായിട്ട് സജീവമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഈ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് എത്ര ആളെ ഭക്ഷണം വെച്ചു? 4500 രൂപ. നിങ്ങൾ എല്ലാ വർഷങ്ങളും ഇങ്ങനെയാണ് ചെയ്യാറ്? അല്ലല്ല, ഓരോരുത്തർ നാളെ വരാളാണ്. ഇനി സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സദ്യയിൽ സാമ്പാർ, കാളെ, പിന്നെ കൂട്ടുകറി, പിന്നെ ഉപ്പേരി, അച്ചാറ്, പായസം, ഗോതമ്പത്തിൻ്റെ പായസം. പേരെന്തായിരുന്നു? പേര് പവിത്ര. എത്ര ആളുകളുണ്ട് മൊത്തം? ഉപ്പിന് ആള് 5-8 ആളുണ്ട്. പായസം വെള്ളം കൊടുത്തോ?